ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ വായന ഭാഗം പുറപ്പാട് 33 മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ. പുറപ്പാട് 33 അധ്യായത്തിൽ പൊൻകാളയെ ഉണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഈ അധ്യായം ഒരു ഗൗരവമുള്ള ഘട്ടത്തെ അവതരിപ്പിക്കുന്നു. ദൈവം മോശയോട് ജനങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കണമെന്ന് പറയുന്നു. എന്നാൽ ദൈവം താൻ അവരുടെ കൂടെ പോകില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. അവരുടെ കഠിന ഹൃദയം കാരണം. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ ദുഃഖിക്കുന്നു. അവർ അവരുടെ ആഭരണങ്ങൾ മാറ്റി പശ്ചാത്താപം പ്രകടിപ്പിക്കുന്നു. മോശ പാളയത്തിന് പുറത്തായി ഒരു കൂടാരം സ്ഥാപിക്കുന്നു, സമാഗമന കൂടാരം. അവിടെ ദൈവസാന്നിധ്യം മേഘസ്തംഭമായി ഇറങ്ങി വരുന്നു. മോശയോട് നേരിട്ട് സംസാരിക്കുന്നു. മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നു, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ വരില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് നീക്കരുത്. ദൈവം അവൻ്റെ അപേക്ഷ അംഗീകരിക്കുന്നു. തുടർന്ന് മോശ, നിൻ്റെ മഹത്വം കാണിച്ചു തരണമേ എന്നപേക്ഷിക്കുന്നു. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗിക വെളിപ്പെടുത്തൽ നൽകുന്നു. ഈ അധ്യായത്തിൻ്റെ ഹൃദയം ദൈവസാന്നിധ്യത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതാണ്. അനുഗ്രഹങ്ങളുണ്ടായാലും ദൈവസാന്നിധ്യമില്ലെങ്കിൽ അതിനർത്ഥമില്ല. പാളയത്തിന് പുറത്തുള്ള കൂടാരം പാപം സൃഷ്ടിച്ച അകലം സൂചിപ്പിക്കുന്നു. എന്നാൽ അതേസമയം ദൈവം മനുഷ്യനുമായി ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതും കാണിക്കുന്നു. മോശയുടെ പ്രാർത്ഥന ഒരു ആഴത്തിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. അവൻ ദൈവത്തോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുന്നു. ദൈവമഹത്വം കാണാനുള്ള മോഹം ആത്മീയ ദാഹത്തിൻ്റെ അടയാളമാണ്. ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ദൈവസാന്നിധ്യമോ അനുഗ്രഹങ്ങളോ? ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം വളർത്തേണ്ടുന്നത് അനിവാര്യമാണ്. പരാജയത്തിന് ശേഷവും ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ബന്ധം പുനഃസ്ഥാപിക്കാം. ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് കടക്കാനുള്ള ദാഹം വളർത്തണം. പുറപ്പാട് 34 അധ്യായം. പുറപ്പാട് 32 ഇസ്രായേൽ ജനങ്ങൾ ചെയ്ത വലിയ പരാജയമായ പൊന്നുകൊണ്ടുള്ള കാളയുടെ സംഭവം കഴിഞ്ഞതിന് ശേഷം 34 അധ്യായം പുനഃസ്ഥാപനത്തിൻ്റെ തുടക്കമാണ്. ദൈവം മോശയോട് വീണ്ടും 2 കല്ലിൽ പലകകൾ തയ്യാറാക്കാൻ കൽപ്പിക്കുന്നു. മുമ്പത്തെ പലകകൾ മോശ തകർത്തിരുന്നു. മോശ വീണ്ടും സീനായ് പർവ്വതത്തിൽ കയറുന്നു, ഈ തവണ കൂടുതൽ വിനയത്തോടും ഭയഭക്തിയോടും കൂടെ. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തിൽ അവൻ്റെ മുമ്പിലൂടെ കടന്നു പോവുകയും തൻ്റെ സ്വഭാവം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യഹോവ കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, എന്നാൽ അതേസമയം അവൻ പാപത്തെ ശിക്ഷിക്കുന്നവനും ആണ്. മോശ ഉടൻ നിലത്ത് വീണ് ദൈവത്തെ ആരാധിക്കുന്നു. അവൻ ജനങ്ങളുടെ കഠിന ഹൃദയത്തെയും അറിഞ്ഞുകൊണ്ട് ദൈവസാന്നിധ്യം വീണ്ടും അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം വീണ്ടും ഉടമ്പടി പുതുക്കുന്നു. വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നു നിൽക്കാനും ഉത്സവങ്ങൾ ആചരിക്കാനും നിർദ്ദേശങ്ങൾ നൽകുന്നു. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ മുഖം ദൈവമഹത്വം കാരണം പ്രകാശിക്കുന്നു. അത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതാകിയാൽ അവൻ തൻ്റെ മുഖം മറയ്ക്കുന്നു. ഈ അധ്യായത്തിൻ്റെ കേന്ദ്രം പരാജയത്തിന് ശേഷമുള്ള പുനഃസ്ഥാപനമാണ്. മനുഷ്യൻ ഉടമ്പടി ലംഘിച്ചാലും ദൈവം കൃപയാൽ അത് പുതുക്കുന്നു. എന്നാൽ ഇത് ഒരു ലഘുവായ ക്ഷമയല്ല. പാപം ഗൗരവമായി കാണപ്പെടുന്നു, എന്നാൽ കൃപ അതിനെ മറികടക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവ പ്രഖ്യാപനം വളരെ ആഴമുള്ളതാണ്. ദൈവം കരുണയുള്ളവനാണ്, എന്നാൽ നീതിമാനും ആണ്. ഈ 2 വശങ്ങളും ദൈവത്തിൽ ഒരുപോലെ നിലകൊള്ളുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ ഭാഗികമായി അറിയാൻ പാടില്ല എന്നത്രേ. മോശയുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. അവൻ അനുഗ്രഹങ്ങൾ മാത്രം തേടുന്നില്ല, ദൈവസാന്നിധ്യമാണ് അവൻ്റെ ആഗ്രഹം. ഇത് ഒരു ആഴത്തിലുള്ള ആത്മീയ നിലപാടാണ്. മോശയുടെ മുഖം പ്രകാശിക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ പരിവർത്തന ശക്തിയെ കാണിക്കുന്നു. ദൈവത്തെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവർ മാറ്റപ്പെടാതെ ഇരിക്കില്ല. എന്നാൽ ആ മഹത്വം സ്ഥിരമല്ലാത്തത് പഴയ ഉടമ്പടിയുടെ പരിമിതിയെ സൂചിപ്പിക്കുന്നു. ഈ അധ്യായം ഇന്നത്തെ വിശ്വാസ ജീവിതത്തിൽ വളരെ ശക്തമായി സംസാരിക്കുന്നു. പരാജയം അവസാനമല്ല, പുനഃസ്ഥാപനം സാധ്യമാണ്. എന്നാൽ അതിന് വിനയവും മാനസാന്തരവും ആവശ്യമാണ്. ദൈവത്തെ ശരിയായി മനസ്സിലാക്കേണ്ടുന്നത് അനിവാര്യമാണ്. നാം ദൈവത്തെ സ്നേഹമുള്ളവൻ എന്നൊരു വശം മാത്രം കാണുമ്പോഴും ശിക്ഷിക്കുന്നവൻ എന്നൊരു വശം മാത്രം കാണുമ്പോഴും തെറ്റായ ജീവിതത്തിലേക്ക് പോകാം. ഈ അധ്യായം നമ്മെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ദൈവസാന്നിധ്യമോ? അവസാനമായി ഇത് നമ്മെ സ്വയം പരിശോധിക്കാൻ വിളിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും ദൈവസാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഒരു പതിവ് മാത്രമാണോ? ദൈവസാന്നിധ്യം നമ്മെ സ്പർശിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, സ്വഭാവത്തിൽ. പുറപ്പാട് 35 അധ്യായം. മോശ ജനങ്ങളെ ഒന്നിച്ച് കൂട്ടി
ശബത്ത് ദിനത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ദൈവാലയം നിർമ്മിക്കാൻ വഴിപാട് നൽകാൻ വിളിക്കുന്നു. ജനങ്ങൾ സന്നദ്ധ ഹൃദയത്തോടെ സ്വർണം, വസ്ത്രങ്ങൾ, മറ്റ് സാധനങ്ങൾ എന്നിവ കൊണ്ടുവരുന്നു. പുരുഷന്മാരും സ്ത്രീകളും അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ഈ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നു. ബസലേൽ, ഒഹോലിയാബ് എന്നിവർ നേതൃത്വം വഹിക്കുന്നു. ജനങ്ങൾ അത്രയും അധികം കൊണ്ടുവരുന്നതിനാൽ മോശെ പിന്നീട് കൂടുതൽ കൊണ്ടുവരേണ്ടതില്ലെന്ന് അറിയിക്കുന്നു. ഇവിടെ വലിയ മാറ്റം കാണാം. പാപത്തിനായി ഉപയോഗിച്ച വസ്തുക്കൾ ഇപ്പോൾ ദൈവത്തിനായി ഉപയോഗിക്കുന്നു. സന്നദ്ധ ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. ഓരോ കഴിവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രധാനമാണ്. ശബത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രവർത്തനത്തിനിടയിലും വിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ്. പരാജയത്തിന് ശേഷം നാം ദൈവത്തിലേക്ക് തിരിയേണ്ടതാണ്. നമ്മുടെ സമർപ്പണം സന്നദ്ധമായിരിക്കണം. എല്ലാവർക്കും ദൈവരാജ്യത്തിൽ ഒരു പങ്കുണ്ട്. വിശ്രമവും ആത്മീയ പുതുക്കലും അവഗണിക്കരുത്. ഞാൻ ദൈവസാന്നിധ്യത്തെ അനുഗ്രഹങ്ങളെക്കാൾ വിലമതിക്കുന്നുണ്ടോ? എൻ്റെ കഴിവുകളും വിഭവങ്ങളും ദൈവത്തിനായി ഞാൻ സന്നദ്ധമായി ഉപയോഗിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.